നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. ഈ കർണാടകയിൽ കേരളവും കർണാടകയും തമ്മിൽ ഒട്ടും വ്യത്യാസമൊന്നുമില്ല. കേരളത്തിലായാലും കർണാടകയിലായാലും പ്രതിപക്ഷം വളരെ ശക്തമാണ്. അവിടുത്തെ വിദ്യാർത്ഥി സമൂഹം, വിദ്യാർത്ഥികൾ വളരെ ശക്തരാണ്. അവിടുത്തെ PSC നടത്തുന്ന പരീക്ഷ എഴുതാനുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന കൂടുതൽ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇവരെല്ലാം ഇപ്പോൾ കേരളത്തിൽ ഓരോ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുമ്പോഴും ഇവരെല്ലാവരും റാങ്ക് ലിസ്റ്റ് നീട്ടാനായിട്ട് ആദ്യം സർക്കാരിന് നിവേദനം കൊടുക്കും. സർക്കാർ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ധാർഷ്ട്യപൂർവ്വമുള്ളൊരു നിലപാട് വന്നാൽ പിന്നെ അവർ ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ സമരത്തിലാണ്. കർണാടകയിൽ പക്ഷേ പോലീസിലെ നിയമനങ്ങൾക്കുള്ള ആ റാങ്ക് പട്ടികയിൽ തന്നെ ക്രമക്കേട് നടന്നതായിട്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ. കർണാടക സർക്കാരിനെ പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവം. പ്രിയങ്ക് ഖാർഗെ, ACC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ, ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെ പോലും കുലുങ്ങിയിരിക്കുന്നു. പക്ഷേ താൻ ഇങ്ങനെയൊന്നും കുലുങ്ങില്ലെന്നാണ് പ്രിയങ്ക് ഖാർഗെയുടെ ഇപ്പോഴത്തെ നിലപാട്. എന്തായാലും തന്നെ കുലുക്കണമെങ്കിൽ കുറേ പേർ, ഒരാൾ മാത്രം പോരാ, കുറേ പേർ ഒരുമിച്ച് നിരാഹാരം കിടക്കണം, കുറേ ദിവസം നിരാഹാരം കിടക്കണം, കുറേ പേർ തല്ലുകൊള്ളണം, കുറേ പേരെ തന്നെ പോലീസ് തല്ലിച്ചതയ്ക്കും. അങ്ങനെയാണെങ്കിൽ താൻ രാജിവെക്കണമോ വേണമോ എന്ന് ആലോചിക്കാം, അന്വേഷണത്തിന് ചർച്ച ചെയ്യാം, ആലോചിക്കാം. ഇതൊക്കെയാണ് പ്രിയങ്ക് ഖാർഗെ പറയുന്നത്. ശരിക്കും ഈ അച്ഛൻ്റെ മകൻ എന്നുള്ള ഈ ആനപ്പുറത്തെ തഴമ്പ് കാണിച്ചുള്ള ആ ഒരു സ്വഭാവമാണോ പ്രിയങ്ക് ഖാർഗെ കാണിക്കുന്നത്? പുത്തൻകൂറ്റുകാരനാണല്ലോ, ഇപ്പോഴാണല്ലോ മന്ത്രിയാകുന്നത്. അല്ല, കർണാടകയിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ അവിടെ സ്നേഹത്തിൻ്റെ കടയാണ് രാഹുൽ ഗാന്ധി തുറന്നത്. പക്ഷേ അവിടെ ഗ്രൂപ്പിസത്തിൻ്റെ കടയാണ് സത്യത്തിൽ കർണാടകയിൽ ഇപ്പോൾ ആ സ്നേഹത്തിൻ്റെ കട ഗ്രൂപ്പിസത്തിൻ്റെ കടയായി മാറിയിരിക്കുകയാണ്. അവിടെ നമുക്കറിയാം, DK ശിവകുമാർ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന സമയത്ത് തന്നെ സിദ്ധരാമയ്യയ്ക്കൊപ്പം നിന്ന ഈ പ്രിയങ്ക് ഖാർഗെ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. ആ സിദ്ധരാമയ്യയുടെ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് DK ശിവകുമാറിൻ്റെ വരവ് തടയാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമം നടത്തിയ ആളാണ് ഈ പ്രിയങ്ക് ഖാർഗെ. മാത്രമല്ല, നമുക്കറിയാം, അയാൾ RSSന് കർണാടകയിൽ പ്രവർത്തിക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം, രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്, രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ RSSനെ കർണാടകയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് വരെ വീമ്പിളക്കി. നമുക്കറിയാം, RSS 100 വയസ്സ് തികയുകയാണ്. കഴിഞ്ഞ 100 വർഷവും അവർ പ്രവർത്തിച്ചത് ഏതെങ്കിലും ഒരു രജിസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് നമുക്കറിയാം. ഇന്ന് വരെ ഒരു കോടതിയും RSSനെതിരെ നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്, RSSനെ നിരോധിച്ചിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചപ്പോഴും RSS നിയമത്തിൻ്റെ വഴി തേടുകയും കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി സമ്പാദിക്കുകയും ചെയ്തതാണ്. RSSൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് കണ്ട് കോടതി നിരോധനങ്ങൾ നീക്കുകയും RSSനെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ രജിസ്ട്രേഷൻ, അതിനെക്കുറിച്ചും RSSന് കൃത്യമായ വ്യക്തമായ വിശദീകരണമുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംഭാവനകൾ വാങ്ങി പ്രവർത്തിക്കുന്ന ആനുകൂല്യങ്ങൾ, സർക്കാരിൽ നിന്നോ മറ്റേതെങ്കിലും ഏജൻസികളിൽ നിന്നോ ഒക്കെ ആനുകൂല്യങ്ങൾ വാങ്ങി പ്രവർത്തിക്കുന്നവർക്കാണ് രജിസ്ട്രേഷൻ്റെ ആവശ്യം. അങ്ങനെ അല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അത് വ്യക്തമാക്കി RSS രംഗത്ത് വന്നിരുന്നു. പക്ഷേ അതൊന്നും നമ്മുടെ പ്രിയങ്ക് ഖാർഗെക്ക് ബോധ്യമല്ല. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ RSSനെതിരെ നിരന്തരം PSCയിലെ വിഷയത്തിലേക്ക് ഞാൻ വരാം. RSSനെതിരെ നിരന്തരം രംഗത്ത് വന്നു. എന്താ അതിൻ്റെ കാരണമെന്ന് നമ്മൾ അന്വേഷിച്ച് പോയപ്പോഴാണ് RSS ഒരു RSS പ്രവർത്തകൻ ഇദ്ദേഹത്തിനെതിരെ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പുലിവാല് പിടിച്ച ഒരാളാണ് പ്രിയങ്ക് ഖാർഗെ. ഇങ്ങനെ നിരന്തരം വിടുവായത്തനം വിളിച്ചു പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വിവാദത്തിൻ്റെ ഒരു വിവാദം അവിടെ ഉണ്ടാകുകയാണെങ്കിൽ ഒരു ഭാഗത്ത് പ്രിയങ്ക് ഖാർഗെ ഉണ്ടാവും. അതാണ് കർണാടകയിലെ ഇപ്പോഴത്തെ അവസ്ഥ. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഈ കർണാടക PSC നടത്തിയ കർണാടക പോലീസ് സബ് ഇൻസ്പെക്ടർ ടെസ്റ്റിനകത്ത് നടന്നിരിക്കുന്ന തട്ടിപ്പും ക്രമക്കേടും. ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഉദ്യോഗാർത്ഥികൾ അതിനെതിരെ വലിയ പ്രക്ഷോഭവുമായിട്ട് രംഗത്തിറങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഗവൺമെൻറ്റാണ് അവിടെ ഭരിക്കുന്നത്, പ്രതിപക്ഷത്ത് BJP ആണ്. BJP ഈ ഉദ്യോഗാർത്ഥികളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നതാണ് പ്രിയങ്ക് ഖാർഗെ ഇപ്പോൾ ഒടുവിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രിയങ്ക് ഖാർഗെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ രാജിവെക്കണോ? ഒരു കാര്യം ചെയ്യ്, 25 ദിവസം നിങ്ങൾ നിരാഹാരം കിടന്നോ, പോലീസിൻ്റെ ലാത്തിയടിയേറ്റോ, പോലീസ് ലാത്തി ചാർജ് ചെയ്യും, ഇതെല്ലാം കഴിഞ്ഞ് വേണമെങ്കിൽ ഞാൻ രാജിവെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. നോക്കൂ, ഭരണഘടന തൊട്ട്
സത്യപ്രതിജ്ഞ ചെയ്ത്, അതായത് നിയമം മൂലം സ്ഥാപിതമായ ഭരണഘടനയെ മുൻനിർത്തി ആ നിയമവാഴ്ചയുടെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് ഭരിച്ചുകൊള്ളാം, ജനസേവനം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് അധികാരമേൽക്കുന്ന ഒരാളാണ് ഒരു മന്ത്രി, അല്ലേ? അങ്ങനെയുള്ള ജനപ്രതിനിധി മന്ത്രിയായി അധികാരമേറ്റ് ജനങ്ങളെ സേവിക്കുമ്പോൾ ജനങ്ങളോട് അങ്ങേയറ്റം സൗഹാർദ്ദപരമായി സ്നേഹത്തോടു കൂടി പെരുമാറണം. അതിന് പകരം പ്രിയങ്ക ഖാർഗെ നടത്തുന്നത് ഒരു വെല്ലുവിളിയാണ്. ഇതാണ് നരേന്ദ്രമോദി പണ്ട് ചൂണ്ടിക്കാണിച്ച ഡൈനാസ്റ്റി പൊളിറ്റിക്സ്. വെച്ചാൽ അച്ഛൻ, മകൻ, മകൻ്റെ മകൻ, ഇങ്ങനെ പോകുമ്പോൾ ആ കുടുംബത്തിൽ ഇപ്പോൾ തന്നെ നമ്മളൊന്ന് നോക്കൂ. രാഹുൽ ഗാന്ധിയുടെ തോന്നൽ എന്താണ്? ഇന്ത്യ മഹാരാജ്യം എനിക്കുള്ളതാണ്, എനിക്കും എൻ്റെ അടുത്ത തലമുറയ്ക്കും ഭരിച്ചു ഉള്ളതാണ് ഇന്ത്യ മഹാരാജ്യം. എൻ്റെ അച്ഛൻ ഇവിടെ പ്രധാനമന്ത്രിയായിരുന്നു, എൻ്റെ അച്ഛൻ്റെ അമ്മ, എൻ്റെ അമ്മുമ്മ ഇവിടെ പ്രധാനമന്ത്രിയായിരുന്നു, ആ അമ്മുമ്മയുടെ അച്ഛൻ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു. അതായത് ബ്രിട്ടീഷുകാർ അധികാരം ഇന്ത്യക്കാർക്ക് കൈമാറിയപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് ആ കസേരയിൽ നെഹ്റുവിന് ശേഷം നെഹ്റു കുടുംബത്തിലെ അംഗങ്ങളെ ഇരുത്തിക്കൊള്ളാം എന്ന ഒരു ഉടമ്പടി കൂടി അതിനകത്ത്, നമ്മുടെ സ്വാതന്ത്ര്യ സമര ഉടമ്പടിയിൽ അതുകൂടി, അങ്ങനെ ഒരു ക്ലോസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന മട്ടിലല്ലേ രാഹുൽ ഗാന്ധി പെരുമാറുന്നത്? ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സഹോദരിയുടെ മകൻ വരുന്നതും അങ്ങനെയല്ലേ വരുന്നത്? ഈ പ്രിയങ്കയ്ക്കും തോന്നലതല്ലേ, ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ഞങ്ങളുടേതാണ്, ഞങ്ങളിവിടെ ഭരിക്കും. ഇത് തന്നെയാണ് കർണാടകയിൽ പ്രിയങ്ക ഖാർഗെയും പറയുന്നത്. കർണാടക എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ ഇവിടെ വലിയ നേതാവായിരുന്നു, മന്ത്രിയായിരുന്നു, ഇപ്പോൾ AICC പ്രസിഡൻ്റാണ്, അതുകൊണ്ട് കർണാടക ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾ ഭരിക്കും, ഇവിടെ ജനാധിപത്യവും ഈ മനുഷ്യാവകാശവും ഒന്നും ഒരു വിഷയമേ അല്ല, ഞങ്ങളിവിടെ എന്ത് തോന്നിവാസവും കാണിക്കും. ഇതാണോ പറയാതെ പറയുന്നത്? ഈ ചോദ്യമാണിപ്പോൾ ഉയരുന്നത്. അവിടെ എന്തായാലും മുഖ്യ പ്രതിപക്ഷമായ BJP വളരെ ശക്തമായി സമരവുമായിട്ട് രംഗത്തുണ്ട്. പ്രിയങ്ക ഖാർഗെക്കെതിരെ നേരത്തെ തന്നെ RSSുമായിട്ട് മുട്ടി പ്രിയങ്ക ഖാർഗെ ഒരു അപകടത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. കാരണം മാനനഷ്ട കേസ് കോടതി നിൽക്കുന്നു, അവിടെ ആ കേസ് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ ഹാജരാകില്ല എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക ഖാർഗെ ആദ്യം കുറേ ബലം പിടിച്ചു നോക്കി, പക്ഷേ രക്ഷയില്ല. കോടതി അവസാനം വാറണ്ടാക്കും എന്ന് മനസ്സിലായപ്പോൾ ഹാജരാകാൻ തയ്യാറായിട്ടുണ്ട്. എന്തായാലും ആ കേസ് അതിൻ്റെ വഴിക്ക് പോവുകയാണ്. പക്ഷേ നിരന്തരം പ്രിയങ്ക ഖാർഗെ ഇങ്ങനെ ഈ വിവാദങ്ങൾ ഉണ്ടാക്കി രംഗത്ത് നിൽക്കുകയാണ്. പ്രിയങ്ക ഖാർഗെക്ക് ഈ പറയുന്നത് പോലെ വകുപ്പ് ആഭ്യന്തര വകുപ്പാണ്, പിടിപ്പത് പണിയുണ്ട്. കർണാടകയിലെ ലോ ആൻഡ് ഓർഡർ മുഴുവനും, അവിടുത്തെ ക്രമസമാധാനം, വിജിലൻസ്, അഴിമതി ഒക്കെ, അതിനൊക്കെ എതിരെ നടപടിയെടുക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം പ്രിയങ്ക ഖാർഗെയുടെ കയ്യിലാണ് വരുന്നത്. പക്ഷേ പ്രിയങ്ക ഖാർഗെക്ക് അതിനൊന്നും അല്ല താല്പര്യം, മറിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുക. പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കർണാടകയുടെ മുഖ്യമന്ത്രി കസേരയാണ്. അതായത് സിദ്ധരാമയ്യ ഒഴിഞ്ഞു, ഇനി സിദ്ധരാമയ്യ തിരിച്ചു വരത്തില്ല, സിദ്ധരാമയ്യെ എന്തായാലും ഹൈക്കമാൻഡ് തിരിച്ചു കൊണ്ടുവരത്തില്ല. പിന്നെ ഇപ്പോൾ ഉള്ളത് DK ശിവകുമാറാണ്. ആ DK ശിവകുമാറാണെങ്കിൽ ഒരു അര RSS ആണ് എന്നാണ് പൊതുവെയുള്ള ആരോപണം. അപ്പോൾ അത് മുൻനിർത്തി എങ്ങനെയും DK ശിവകുമാറിനെ വെട്ടി ആ സ്ഥാനത്തേക്ക് കയറണം, ആ മുഖ്യമന്ത്രി കസേരയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് അമർന്നിരിക്കണം. ഇതാണ് പ്രിയങ്ക ഖാർഗെയുടെ ലക്ഷ്യം, അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം നിരന്തരം ഈ വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഈ DK ശിവകുമാർ ചില്ലറക്കാരൊന്നുമില്ല. DK ശിവകുമാർ എങ്ങനെ മുഖ്യമന്ത്രിയായി നമുക്കൊക്കെ അറിയാം. അതെ, ഈ സിദ്ധരാമയ്യ ആയിരുന്നല്ലോ മുഖ്യമന്ത്രി. അതെ, അദ്ദേഹത്തെ വലിച്ചു താഴെയിട്ട് ലിംഗായത്തുകാർക്കും അതുപോലെ തന്നെ മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾക്കുമുള്ള അവരുടെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കൃത്യമായി സംരക്ഷിച്ചു കൊള്ളാം എന്ന ഉറപ്പിന്മേലാണ് DK ശിവകുമാർ കയറുന്നത്. അതെ, വീരശൈവരെയും ലിംഗായത്തുകാരെയും ഒരുപോലെ, അതായത് അവിടുത്തെ OBC വിഭാഗങ്ങളെ വളരെ കൃത്യമായിട്ട് കയ്യിലെടുത്തുകൊണ്ടാണ് DK ശിവകുമാർ അധികാരത്തിന്റെ സോപാനത്തിലേക്ക് നടന്നു കയറി. സിദ്ധരാമയ്യക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു, ഞാൻ ഇനി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങില്ല. എന്നിട്ട് ഇതേ സിദ്ധരാമയ്യാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നോമിനിയായ, അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളെ മന്ത്രിയാക്കാനായിട്ട് കഴിഞ്ഞ ദിവസം AICCയിൽ കിടന്ന് തർക്കിച്ചു. പക്ഷേ AICC നിഷ്കരണം തള്ളി. അപ്പോൾ അവിടെ ശക്തൻ DK ശിവകുമാർ തന്നെയാണ്. DK ശിവകുമാർ അതുമാത്രമല്ല, ഇപ്പോൾ കർണാടകയിൽ ഏറ്റവും ഒടുവിൽ നടന്നൊരു സംഭവം അറിയാമല്ലോ, മന്ത്രിസഭാ വിപുലീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 21 or 26 മന്ത്രിമാർ വരികയാണ് പുതുതായിട്ട്. അപ്പോൾ അതിൽ 2 പേർക്ക് സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ ആ 2 MLA മാർ അവിടെ കിടന്ന് ബാംഗ്ലൂർ വലിയ അഴിഞ്ഞാട്ടമാണ് നടത്തിയത്. 2 പേരും രാജിയൊക്കെ കൊടുത്തു.
പക്ഷേ DK ശിവകുമാർ കുലുങ്ങിയില്ല. കാരണം അദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷമുണ്ട്. അദ്ദേഹം പക്ഷേ ഈ രാജിയൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, ആര് വേണമെങ്കിലും രാജിവെച്ചോളൂ, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, സർക്കാർ മുന്നോട്ട് പോകും, ആർക്കും സർക്കാരിനെ അട്ടിമറിക്കാൻ കഴിയില്ല. അപ്പോൾ DK ശിവകുമാറിന് ഒരു തരത്തിൽ പറഞ്ഞാൽ അവിടെ ഒരു അപ്രമാദിത്വമുണ്ട്. ഈ അപ്രമാദിത്വത്തിനെയാണ് വിവാദങ്ങളിലൂടെ തകർക്കാൻ പ്രിയങ്ക ഖാർഗെയെ പോലെയുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് DK ശിവകുമാറിനെ ഏത് വിധേനയും അപകീർത്തിപ്പെടുത്തുക, അദ്ദേഹത്തെ മോശക്കാരനാക്കുക. അങ്ങനെ മോശക്കാരനാക്കി കഴിയുമ്പോൾ ഈ DK ശിവകുമാറിനെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് മാറ്റും. പകരം എന്നുള്ളതിൽ വെച്ച് ഏറ്റവും സീനിയറായ, അപ്പോൾ പറയാലോ, അച്ഛൻ AICC അധ്യക്ഷനാണ്. അവിടെ സോണിയ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് മല്ലികാർജുന ഖാർഗെ. നോക്കൂ, ഏതാണ്ട് 90 വയസ്സിനടുത്തായ മല്ലികാർജുന ഖാർഗെയാണ് നരേന്ദ്രമോദിയോട് പറയുന്നത്, നിങ്ങൾക്ക് 75 വയസ്സായി, പ്രായം കഴിഞ്ഞു, നിങ്ങൾ അതുകൊണ്ട് സ്ഥാനം ഒഴിയണം എന്ന്. അദ്ദേഹത്തിന് അതാണ് ഖാർഗെ. എങ്ങനെ AICC അധ്യക്ഷ ഒഴിവാക്കി വിടാമെന്ന് രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പോൾ ഏതാണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ്. കാരണം ഈ ഖാർഗെയെ കൊണ്ട് ഉള്ള തലവേദനയേക്കാൾ വലിയ തലവേദനയാണ് ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെയെ കൊണ്ട് അവിടെ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയങ്ക് ഖാർഗെ ഈ പറഞ്ഞതുപോലെ എല്ലാ അർത്ഥത്തിലും ഈ ഹൈക്കമാൻഡിനൊരു സ്ഥിരം തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇതിപ്പോൾ പക്ഷേ DK ശിവകുമാറിന് ഈ തലവേദന മാറ്റാനുള്ള മരുന്നറിയാം, അദ്ദേഹം അത് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കോംപ്രമൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രിയങ്ക് ഖാർഗെയെ അച്ഛൻ്റെ തണലിൽ ആഭ്യന്തരമന്ത്രിയായി അവിടെ വിരാജിക്കുന്നത്. പക്ഷെ അതിന് എത്ര നാൾ പോകും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ, പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെ, ആയിരക്കണക്കിന് പേരാണ് പരീക്ഷ എഴുതുന്നത്, അവരെ അങ്ങേയറ്റം അപമാനിക്കുന്ന മറുപടിയല്ലേ ഖാർഗെ പറഞ്ഞത്? ഇതിൻ്റെ ഉത്തരവാദിത്വം, പരീക്ഷാ തട്ടിപ്പിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആഭ്യന്തരമന്ത്രി കൂടിയായ അങ്ങ് രാജിവെക്കണം, അങ്ങത് വിശദീകരിക്കണം എന്ന് സമരക്കാരാവശ്യപ്പെട്ടപ്പോൾ പ്രിയങ്ക ഖാർഗെ പറഞ്ഞ മറുപടി, നീയൊക്കെ പോയി 25 ദിവസം നിരാഹാരം കിടക്ക്, പോലീസിൻ്റെ ലാത്തിചാർജ് നേരിട്ടോ, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ആലോചിക്കാം രാജിവെക്കണോ വേണ്ടയോ എന്ന്. അപ്പോൾ എത്ര ധാർഷ്ട്യം, എത്ര അഹങ്കാരം അദ്ദേഹത്തിന് ഈ വിഷയത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അവിടെ ഇപ്പോൾ BJPയുടെ നേതൃത്വം യെദ്യൂരപ്പയുടെ മകൻ്റെ കയ്യിലാണ്. പക്ഷെ BJP അവിടെ കർണാടകയിൽ അങ്ങ് തകർന്നു പോവുകയൊന്നും ഉണ്ടായില്ല. BJPക്ക് 1066 സീറ്റിന് മേളിലുണ്ട്. BJP പറഞ്ഞതുപോലെ നേരത്തെ ആണെങ്കിൽ മുമ്പ് ഈ യെദ്യൂരപ്പ പിണങ്ങി അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തായ സമയത്ത് നടന്ന ഇലക്ഷനിൽ BJPക്ക് ഒരു രാജ്യസഭാ MPയെ ജയിപ്പിക്കാനുള്ള ബലം പോലും അവിടെ കിട്ടിയില്ല. പക്ഷേ അതിനുശേഷം അതൊക്കെ മാറി മറിഞ്ഞു. ഇപ്പോൾ BJPക്ക് ഒരു രാജ്യസഭാ MP, BJP ഇപ്പോൾ ശരിക്കും ഒരു പ്രതിപക്ഷ കക്ഷിയായിട്ട് അവിടെ ശക്തരായ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും പ്രിയങ്ക ഖാർഗെയുടെ ഈ വാദങ്ങളും ഈ വെല്ലുവിളികളും ഒന്നും BJPയെ ഒരു തരത്തിലും, BJPയെയോ പിന്നെ അതിൻ്റെ മാതൃസംഘടനയായ RSSനെയോ ഒന്നും ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. അവരതൊന്നും എന്താ പറയുക, ഒരു രോമത്തിന് പോലും കേടുണ്ടാകും എന്നുള്ള ഒരു ഭയം അവർക്കുമില്ല. അപ്പോൾ പ്രിയങ്ക ഖാർഗെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്ന ഈ വെല്ലുവിളി അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് താഴാനേ ഇടയാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ജനരോഷം പ്രിയങ്ക ഖാർഗെക്കെതിരെ വളരെ രൂക്ഷമാണ്. സോഷ്യൽ മീഡിയയിലും മറ്റും അദ്ദേഹത്തിനെതിരെ അതിശക്തമായ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ പോലും അദ്ദേഹത്തിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കർണാടകയിലെ കോൺഗ്രസ് എത്തി നിൽക്കുകയാണ്. അത് വലിയ തിരിച്ചടിയാണ് ഈ പ്രിയങ്ക ഖാർഗെയുടെ നിലപാടുകൾ, ഇത്തരത്തിലുള്ള വൈയക്തികമായ നിലപാടുകൾ കോൺഗ്രസ്സിനുണ്ടാക്കുന്നത്. സ്നേഹത്തിൻ്റെ കട തുറന്നിട്ട് അവസാനം വെറുപ്പ് വിൽക്കുന്ന കടയായി അത് മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കർണാടകയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ പ്രിയങ്ക ഖാർഗെ ഈ ഉദ്യോഗാർത്ഥികളോട് നടത്തിയ ഈ വെല്ലുവിളി അത് ജനം ഏറ്റെടുത്തിരിക്കുന്നു, പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.